ബലാത്സംഗ കേസിനെ തുടർന്ന് ഒളിവിലായിരുന്ന മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു കീഴടങ്ങിയിരിക്കുന്നു. പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുൻപാകെയാണ് അയാൾ കീഴടങ്ങിയത്. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഹൈക്കോടതിയിലെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് PG മനു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, വളരെയധികം നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. PG മനു കീഴടങ്ങിയിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള മുൻ സംസ്ഥാന സർക്കാർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് PG മനുവാണ് പുത്തൻകുരിശ് പോലീസ് മുൻപാകെ കീഴടങ്ങിയിട്ടുള്ളത്. നേരത്തെ PG മനുവിന്റെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ വേളയിൽ ഉടൻ കീഴടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് PG മനു പുത്തൻകുരിശ് DYSP ഓഫീസിന് മുൻപാകെ കീഴടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഉടൻ തന്നെ കീഴടങ്ങുന്ന പക്ഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ജാമ്യാപേക്ഷ ഉടൻ തന്നെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി അന്ന് നൽകിയ നിർദ്ദേശം. പക്ഷെ പിന്നീട് PG മനു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ പുത്തൻകുരിശ് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഈ വക്കീൽ ഓഫീസിലേക്ക് നിയമസഹായത്തിനായിട്ട് എത്തിയ യുവതിയെ, അതായത് എറണാകുളം സ്വദേശിനിയായിട്ടുള്ള യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ചോറ്റാനിക്കര പോലീസാണ് PG മനുവിനെതിരെ കേസെടുത്തത്. കേസെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ സീനിയർ സർക്കാർ അഭിഭാഷകനായിട്ടുള്ള PG മനുവിനെ തൽസ്ഥാനത്ത് നിന്നും AGയുടെ ഓഫീസ് നീക്കം ചെയ്തിരുന്നു. PG മനുവിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം അത് ഗൗരവകരമാണ് എന്നുള്ള ഒരു നിരീക്ഷണമായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി നിരീക്ഷിച്ചത്. എന്തായാലും നിലവിൽ ഇനി അറസ്റ്റ് രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഇയാളെ വിധേയനാക്കുകയും ചെയ്യും. എന്തായാലും 8 മണിയോടുകൂടിയാണ് പുത്തൻകുരിശ് DYSP മുൻപാകെ PG മനു കീഴടങ്ങിയിട്ടുള്ളത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും PG മനുവിൻ്റെ ജാമ്യ ഹർജി തള്ളിയപ്പോഴും നടത്തിയതും കൃത്യമായ നിരീക്ഷണം തന്നെയാണ്. കൃത്യമായ ഒരുപക്ഷെ ഇത്തരത്തിലൊരു അധികാര സ്ഥാനത്തിലിരിക്കുന്നയാൾ ഇത്തരമൊരു കേസിൽ പ്രതിയാകുന്ന എന്നുള്ളൊരു കാര്യം വളരെയധികം ഗുരുതരമായൊരു വിഷയം. അത്തരത്തിൽ തന്നെയല്ലേ പ്രധാനമായും കോടതിയുടെ നിരീക്ഷണങ്ങൾ ആ ഒരു സാഹചര്യത്തിലുണ്ടായത്? വിഷ്ണു, ഈ യുവതി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ടത്. നിയമസഹായത്തിന് വേണ്ടിയിട്ടാണ് യുവതി കടവന്ത്രയിലെ ഇയാളുടെ വക്കീൽ ഓഫീസിലേക്ക് എത്തുന്നത്. ഈ കുട്ടിയെ പിന്നീട് സ്വാധീനിച്ചുകൊണ്ടാണ് ഇയാൾ ദുരുപയോഗം ചെയ്തത്. ഒപ്പം തന്നെ പീഡിപ്പിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് IT ആക്ട് അടക്കമുള്ള വകുപ്പുകളും PG മനുവിനെതിരെ ചോറ്റാനിക്കര പോലീസ് ചുമത്തുകയും ചെയ്തിരുന്നു. PG മനു നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടക്കം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തന്റെ കരിയർ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ആൾക്കാരാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ആരോപണവുമായിട്ട് യുവതിയെ രംഗത്ത് എത്തിച്ചത്. ഒപ്പം തന്നെ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടും നേരത്തെ PG മനു കോടതി മുൻപാകെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഗൗരവകരമായിട്ടുള്ള വിഷയമായതിനാൽ മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ഹൈക്കോടതിയും ഒപ്പം തന്നെ സുപ്രീം കോടതിയും സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു ഹർജികളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് PG മനു പോലീസ് മുൻപാകെ കീഴടങ്ങിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ പരാതിയുമായിരുന്നു യുവതി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നിയമസഹായത്തിനായിട്ട് യുവതി തന്നെ സമീപിച്ച വേളയിലാണ് ഇത്തരത്തിൽ അയാൾ ദുരുപയോഗം ചെയ്തത്. വളരെ രീതിയിൽ ക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു എന്നാണ് യുവതി നൽകിയിട്ടുള്ള പരാതിയിലടക്കം ഉന്നയിച്ചിരുന്നത്. എന്തായാലും നിലവിൽ ഈ പോലീസിന്റെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതിനുശേഷമായിരിക്കും കോടതി മുൻപാകെ ഇയാളെ ഹാജരാക്കുക. രേഷ്മ, അതേസമയം ഈ തെളിവുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പരാതിക്കാരിയുടെ കുടുംബത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ശബ്ദരേഖകളൊക്കെയും അത്തരത്തിലുള്ള തെളിവുകളും ഈ ഒരു ഘട്ടത്തിൽ PG മനുവിനെതിരെ നിർണായകമായി എന്ന് വേണ്ടേ പറയാൻ?
വിഷ്ണു ആദ്യഘട്ടത്തിൽ തന്നെ യുവതിയുടെ അല്ലെങ്കിൽ യുവതി ആ ഒരു ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ പുറത്തുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം യുവതി പരാതി കൊടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇയാൾ കുടുംബത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ പരാതിയിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത് അതിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് PG മനുവിനെതിരായിട്ടുള്ള ഒരു തെളിവായിട്ട് പോലീസ് ഉപയോഗിക്കുക. മറ്റൊന്ന് ഡിജിറ്റൽ തെളിവാണെങ്കിൽ കൂടി അത് വളരെ വലിയ രീതിയിൽ മനുവിനെ ദോഷം ചെയ്യുകയും ചെയ്യും. കാരണം ഒരു കുറ്റസമ്മതം എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ അതിൽ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും. പ്രധാനമായിട്ടും ഒരു അഭിഭാഷകനെതിരെ, അതും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു അഭിഭാഷകനെതിരെയാണ് യുവതി അത്തരമൊരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമായിരുന്നു ആ യുവതി നൽകിയ പരാതിന്മേൽ പോലീസ് കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് കടന്നത്. അതിനിടയിൽ തന്നെയായിരുന്നു മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഇയാൾ കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും കോടതിയിൽ ഇയാളെ ഹാജരാക്കുക. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുണ്ട്. എന്തായാലും PG മനുവിനെ കീഴടങ്ങിയ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ PG മനുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സർക്കാർ അഭിഭാഷക സ്ഥാനത്തിരുന്ന വ്യക്തി ഇത്തരം ഒരു കേസിൽ കുടുങ്ങുന്നത് വളരെ വലിയ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. യെസ്, വ്യക്തമാണ്. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു കീഴടങ്ങിയിരിക്കുകയാണ്. പുത്തൻകുരിശ് DYSPക്ക് മുൻപാകെയാണ് ഇയാൾ കീഴടങ്ങിയത്. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഹൈക്കോടതിയിലെ സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ കൂടിയായിരുന്നു PG മനു. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.